യൂണിറ്റ് 4 ആണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സ്വിമ്മിങ് ലെസൺസ് ബൈ റോഹിത് ആൻഡ് മിസ്റ്ററി എന്ന് പറയുന്ന ആളുടെ പിന്നെ എന്താ പറയുക ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, സ്വിമ്മിങ് ലെസൺസിൻ്റെ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ടെക്സ്റ്റ് കുറച്ച് ലോങ് ആണ്, അപ്പോൾ നമ്മളത് ഭയങ്കര ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലെന്ന് പറയുന്നത് ഒരു ഇന്ത്യയിൽ നിന്ന് എമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൈഗ്രേറ്റ് ചെയ്ത, ഓക്കെ, ഒരു കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിങ്സ് ആണത്. അദ്ദേഹം റോഹിൻസൺ മിസ്ട്രി, നമ്മുടെ മെയിൻ റൈറ്റർ, അദ്ദേഹം കാനഡയിലായിരുന്ന സമയത്ത് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് സ്വിമ്മിങ് ലെസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ആ സ്റ്റോറി എന്നുള്ളത് നോക്കാം. ഓക്കെ, റോഹിൻസ്റ്റൺ മിസ്ട്രിയുടെ ലൈഫും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ചിട്ടൊന്ന് പറയാം. റോഹിൻസ്റ്റൺ മിസ്ട്രി അദ്ദേഹം ജനിച്ചത് ബോംബെയിലാണ്, 1952 പിന്നെ അദ്ദേഹം ടൊറൻഡോയിലേക്ക് മൂവ് ചെയ്യുന്നത് 1975 പിന്നെ അദ്ദേഹം അവിടെ തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻഡോയിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് രണ്ട് പിന്നെ ഹാർട്ട് ഹൗസ് ലിറ്റററി പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് വൺ സൺഡേ എന്ന് പറയുന്ന വർക്കിനും ഓസ്പീസിയസ് ഒക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വർക്കിനും. പിന്നെ 1985 അദ്ദേഹത്തിന് കാനഡിയൻ ഫിക്ഷനിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടേഴ്സ് പ്രൈസ് ആയിട്ട് അദ്ദേഹത്തിന് കാനഡിയൻ ഫിക്ഷൻ എന്ന് പറയുന്ന വർക്കിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ടെയിൽസ് ഫ്രം ദ ഫിറോസാസ് ബാഗ്. അത് അദ്ദേഹത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവർണേഴ്സ് ജനറൽ അവാർഡ് 1988 ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു വർക്കായിരുന്നു. ഏത് ഷോർട്ട് സ്റ്റോറി ആയിരുന്നു ടെയിൽസ് ഫ്രം ഫിറോസഷ ബാഗ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് സച്ച് എ ലോങ് ജേർണി. അത് ഒരു മുംബൈയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അതിൻ്റെ റിവ്യൂസ് ഭയങ്കരമായിരുന്നു. ഓക്കെ, അത് ബുക്കർ പ്രൈസിന് വേണ്ടിയിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ്, ഒരു വർക്കാണ്. പിന്നെ അദ്ദേഹത്തിന് കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ദ ബെസ്റ്റ് ബുക്ക് ഓഫ് ഇയർ എന്ന് പറയുന്ന ഇതിൽ അദ്ദേഹത്തിന് പിന്നെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് സ്മിത്ത് ബുക്സ് അല്ലെങ്കിൽ ബുക്സ് ഇൻ കാനഡ ഫസ്റ്റ് നോവൽ അവാർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഫസ്റ്റ് നോവൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ആ നോവൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബെസ്റ്റ് ബുക്ക് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ, എന്ന് വെച്ചാൽ റൈറ്റിംഗ് ആണ്. ആ റൈറ്റിങ്ങിന് ആണ് അദ്ദേഹത്തിന് കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിലിമേറ്റ് മാറിയിട്ടുണ്ട്. റോഹിൻറ്റൺസ് മിസ്റ്ററിയുടെ ടെയിൽസ് ഫ്രം ഫിറോസാബാഗ് എന്ന് പറയുന്ന സീരീസ് ഓഫ് കണക്റ്റഡ് സ്റ്റോറീസിലെ ഒരു പാർട്ടാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു കഥ. ഓക്കെ, സ്വിമ്മിങ് ലെസൺസ് എന്ന് പറയുന്ന ഒരു കഥ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ഫൈനൽ സ്റ്റോറിയുടെ കളക്ഷനിൽ ഫൈനൽ സ്റ്റോറിയാണ്. ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതൊരു എന്താ പറയുക, ഒരുപാട് ഇവൻറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് സ്റ്റോറീസിൻ്റെ ഒരു കണക്റ്റഡ് ഇവൻറ്റ്സുകളാണ്. അപ്പം ഇവൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റത്തെ ഒരു ഇതിൽ പറയുന്നത് എന്താണ്, പേജ് നമ്പർ 46 പറയുന്നത് ഒരു ഓൾഡ് മാൻ വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഇതൊക്കെ പറയുന്നുണ്ട്. അവൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആടുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു എലിവേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ ഹലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ തല ഇങ്ങനെ ആട്ടിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, ഇതെന്താ, പിന്നെ അവിടെ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 65 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പിന്നെ ഒരാളുണ്ട്, ഒരു ഇതുണ്ട്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇയാളെ കണ്ടപ്പോൾ, ഈ 60 to 70 വയസ്സായിട്ടുള്ള ഇയാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഈ റൈറ്ററല്ല, ഈ കഥാപാത്രത്തിലുള്ള ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പേനെ ഓർമ്മ വരുന്നുണ്ട്. അദ്ദേഹത്തിന് സ്ട്രോക്ക് ഒക്കെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു അസുഖം പാരിങ്സൺസ് ഡിസീസ് ആയിരുന്നു. എന്ന് വെച്ചാൽ തൈസുകളും ആംസുകളും ഒക്കെ എല്ലായിടത്തും ഭയങ്കര വേദന ഉള്ള ഒരു ഡിസീസാണ് പാരിങ്സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് കൂടുതൽ പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. അദ്ദേഹം എന്താണ്
ഗ്രാൻഡ് പാ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതും പിന്നെ അതേ സമയത്ത് ഫിറോസാബാഗിന്റെ ആ പുറത്ത്, ഫിറോസാബാഗ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ പുറത്തിരുന്നിട്ട് ആ വരാന്തയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ ട്രാഫിക് പാസ് ചെയ്യുന്നതും പിന്നെ അതേ സമയത്ത് അവിടെ പിന്നെ റെസ്റ്റോംജി അതേപോലെ തന്നെ റഹ്മാൻ ഹോൺസ്റ്റോണി 1932 മെർസിഡസ് ബെൻസ് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതും ഇതൊക്കെ ഇങ്ങനെ കാണാണ്. ആര് ഇങ്ങനെ ചിന്തിക്കാണ്, ആര് നമ്മുടെ പിന്നെ റൈറ്റർ അല്ല, ഈ കഥാപാത്രത്തിലെ നെറേറ്റർ. ഓക്കെ, നെറേറ്റർ നമുക്ക് വിളിക്കാം. ഓക്കെ, പിന്നെ ഒരു പോർച്ചുഗീസ് വുമൺ ഉണ്ട് അവിടെ. വേറൊരു ഹാളിലാണ് പിന്നെ അവളാണ് ഈ ഓൾഡ് മാനിനെ കുറിച്ചിട്ട് ആർക്ക് പറഞ്ഞു കൊടുത്തത്? നമ്മൾ നെറേറ്റർക്ക് പറഞ്ഞു കൊടുത്തത്. അവളൊരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിൽ ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ്. അവൾ എല്ലായിടത്തുനിന്നും എല്ലാ ഇൻഫർമേഷനും ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അതിങ്ങനെ എല്ലായിടത്തും എല്ലാ ഡോറിലും ഇങ്ങനെ പോയിട്ട് പറഞ്ഞു കൊടുക്കുക. അതാണ് അവളെ പണി. ഓക്കെ, നമ്മൾ BBC എന്നൊക്കെ പറയും അല്ലേ, ചില ആളുകളുടെ ഒക്കെ BBC എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ കഥകളും അവിടുന്ന് ഇവിടുന്നൊക്കെ വാരി എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ വാരി വലിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ അവൾക്ക് ഇങ്ങനെ ഒരു സ്പൈ വർക്കാണ് അവൾക്ക് സത്യം പറഞ്ഞാൽ. അപ്പൊ ഇവളുടെ ഈ ഒരു ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് ബെയർ ഫൂട്ട് ഇൻ ദ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, മൂവിയിലെ ക്യാരക്ടറിനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അങ്ങനെ അത് അവിടെ ഇങ്ങനെ എന്താണ് ഇത് കഴിയാണ്. പിന്നെ ഈ ഓൾഡ് മാന് അവന്റെ അയാളുടെ ഒരു ഡോട്ടറിനെ ഇങ്ങനെ നോക്കുന്ന ആ ഒരു സീൻസുകളൊക്കെ വരുന്നത് അവിടെ സ്വന്തമായിട്ട് അവൻ താമസിക്കാണ്. ഈ ഓൾഡ് മാൻ സ്വന്തമായിട്ട് താമസിക്കാണ്. യങ്ങസ്റ്റ് ഡോട്ടർ ഡൈവേഴ്സ് ആയിട്ട് അവിടെ വന്നിട്ട് അവരെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ എന്താണ് അപ്പം അവന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കില്ലല്ലോ. അപ്പൊ തിരിച്ച് ഈ ഓൾഡ് മാൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവളുടെ അച്ഛനെ നന്നായിട്ട് എന്താണ് ഫാദറിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്ത് വീണ്ടും ഈ ഗ്രാൻഡ് പേനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ് ആര്, നമ്മുടെ നെറേറ്റർ. എന്താണ്, എങ്ങനെയായിരുന്നു ഗ്രാൻഡ് പേനെ അവന്റെ അമ്മ നോക്കിയിരുന്നത്? അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പിന്നെ പിന്നെ ഗ്രാൻഡ് പേന്റെ കാര്യം. എന്നിട്ടും എങ്ങനെയായിരുന്നു നോക്കിയിരുന്നത്? പാർസി ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറുന്ന സമയത്ത് പിന്നെ അവർക്ക് പിന്നെ ഗ്രാൻഡ് പാക്ക് പാർക്കിൻസൺസും അതേപോലെ തന്നെ ഓസ്റ്റിയോപോറിസിസ് പിന്നെ അതൊക്കെ അവനതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്ന് വെച്ചാല് എന്താണ്, ഗ്രാൻഡ് പേയുടെ പിന്നെ എന്താ പറയാ, ഗ്രാൻഡ് പേയുടെ അവസ്ഥക്ക് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തതും അതേപോലെ തന്നെ അവന് പിന്നെ ഗ്രാൻഡ് പാ ഭയങ്കരമായിട്ട് പിന്നെ ഓസ്റ്റിയോപോറിസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലിന്റെ ഉള്ളിലുള്ള അസുഖത്തിനെ പറ്റിയാണ് ഓസ്റ്റിയോപോറിസിസ് എന്നൊക്കെ പറയും. എല്ല് ബ്രേക്ക് ഡൗൺ, വെറുതെ ഇങ്ങനെ എല്ല് പൊട്ടുന്ന അസുഖമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ സംഭവിക്കുന്ന ആ ഒരു ഇതും പിന്നെ അതൊക്കെ ഇങ്ങനെ പറയാണ്. ഓക്കെ, അപ്പം പിന്നെ പിന്നെ അങ്ങനെ ഓരോ മിസ്റ്റീരിയസ് തിങ്സുകളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അവ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് അവന്റെ മമ്മിനെ കുറിച്ചിട്ടും എങ്ങനെയായിരുന്നു അവര് പിന്നെ എന്താ പറയാ അവർ ഡ്രസ്സ് ചെയ്യുന്നതും. പിന്നെ ആഫ്റ്റർ 3 months കഴിഞ്ഞ് ഡോക്ടർ പറയാണ് ഗ്രാൻഡ് പേയുടെ ലങ്സിനും പ്രശ്നമാണെന്ന് പറയാണ്. കുറെ പിന്നെ അതേപോലെ തന്നെ പാർസി ജനറലിൽ ഒരു മെയിൽ വാർഡ് ഉണ്ടായിരുന്നു. അവിടെ അവരുടെ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോം ഉണ്ടായിരുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, പൈസ ഒന്നും കൊടുക്കാതെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ കിടക്കാൻ പറ്റുമായിരുന്നു. അപ്പം മമ്മിയായിരുന്നു ഗ്രാൻഡ് പേനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു അവള് എപ്പോഴും ഈ മമ്മി പറയായിരുന്നു നമ്മുടെ വയസ്സായ ആളുകളുടെ ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് എപ്പോഴും വാല്യൂ ആയിട്ടുള്ളത് എന്ന് പറയായിരുന്നു. അതായിരുന്നു ജീവിതകാലം മുഴുവനും അവർക്ക് ഉണ്ടായിരുന്ന ഒരു വാല്യൂ എന്ന് പറയായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ പറയാണ് ഞാൻ കൂടുതൽ കാലം ഗ്രാൻഡ് പേയെ കണ്ടിട്ടില്ല, കാരണം അത് കാണുന്നതിന്റെ മുന്നേ തന്നെ ഈ പാർക്കിൻസൺസ് അസുഖം വന്നിട്ട് ഗ്രാൻഡ് പ മരിച്ചുപോയി. പിന്നെ അവരെന്തായിരുന്നു എപ്പോഴും ഒരു ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ആൽമണ്ട്സ് എനിക്ക് ഗ്രാൻഡ് പ കൊണ്ടുവരായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ഒരു ഗ്രാൻഡ് പിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ എന്താണ്, ആ സമയത്ത് ഇങ്ങനെ നൈബറിന്റെ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവര് പറയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറയാണ്. പിന്നെ ഫോൺ ചെയ്തപ്പോൾ ഗ്രാൻഡ് പ ഒരു മണിക്കൂർ മുന്നേ മരിച്ചു, ഇതാണ് ഞാൻ കേൾക്കുന്നത് എന്നിങ്ങനെ പറയാണ്. പിന്നെ ആ സമയത്ത് എന്താണ്, പോസ്റ്റ്മാൻ എന്ത് ചെയ്യാണ്, ഒരു ഡോർ ബെല്ലിൽ വന്നിട്ട് നന്നായിട്ട് റാങ് ചെയ്യാണ്. അപ്പം ഒരു ലോങ് ആൻഡ് കണ്ടിന്യൂസ് ബെല്ല് ഇങ്ങനെ റാങ് ചെയ്യാണ്. അപ്പം മദർ എന്ത് ചെയ്യാണ്, ഇനി അവന് പറയുന്നത് നാട്ടിലത്തെ കഥകളെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ അവന് ഇരുന്നിട്ട് എഴുതുന്നത് എവിടെ വെച്ചിട്ടാണ്,
എന്നിട്ട് ഇങ്ങനെ പറയുന്ന കഥകളൊക്കെ പറയുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ പറയാണ്. പക്ഷെ ഇനി അവര് പറയുന്ന ഈ ഒരു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇവന്റ്സ് ആയിട്ടാണ് നടക്കുന്നത്. ഇനി പറയുന്ന കഥ ഫുള്ള് അവിടെയാണ്. എവിടെയൊക്കെ പിന്നെ അവര് ബോംബെയിലുള്ള കഥയാ പറയുന്നത്. നാട്ടിലുള്ള കുറച്ചാണ്. അപ്പം മദർ എന്ത് ചെയ്യാണ്, അത് പോയിട്ട് തുറക്കാണ്. തുറക്കുന്ന സമയത്ത് ഒരു പീസ് ഓഫ് ലെറ്റർ കൊടുക്കാണ്, പോസ്റ്റ്മാൻ കൊടുക്കാണ്. അപ്പൊ അവിടെ ആ അപ്പൊ അവിടെ ഇങ്ങനെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറയാണ്. എന്താണ് അപ്പം അവര് കഥ പറയുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ ഈ ഒരു പിന്നെ അമ്മയാണ് ഭയങ്കര ഇതിനായിട്ട് എന്ത് ഈ കഥകൊക്കെ തുറന്നിട്ട് കത്ത് വായിക്കാനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കാതെ. അപ്പൊ അവിടുത്തെ ബസ് കണ്ടക്ടറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ പിന്നെ എന്താ പറയാ കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടും ബസ് ഡ്രൈവേഴ്സിനെ കുറിച്ചിട്ടും മഹാരാഷ്ട്രനെ കുറിച്ചിട്ടും ഇതൊക്കെ അവന് അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു എയർമെയിൽ എൻവലപ്പ് കാനഡിയൻ സ്റ്റാമ്പ് ഉണ്ട്. എന്താ അപ്പൊ ഭയങ്കര സന്തോഷായി. കാരണം എന്താണ്, 50 പൈസ കൊടുത്തിട്ട് അത് വാങ്ങിക്കാണ്. അപ്പൊ എന്നിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ ഡോറിന് ഷട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ അത് അടച്ചിട്ട് അവൾ ആ എൻവലപ്പിനെ കിസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് പിന്നെ ഫാദറിന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കണം. ഫാദർ ആണെങ്കിലോ ന്യൂസ് പേപ്പറിൽ നോക്കിയിരുന്നിട്ട് അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും കാണിക്കാതെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നിട്ടൊക്കെ ഇങ്ങനെ ഇതാക്കാണ്. അങ്ങനെ മദർ എന്ത് ചെയ്യണം, എൻവലപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ ഡാഡിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സീൻസുകളൊക്കെയാണ് ഇങ്ങനെ ഓരോ അവിടുത്തെ കാനഡയുടെ റിപ്പോർട്ടിനെ പറ്റിയിട്ടും വെതർ റിപ്പോർട്ടിനെ പറ്റിയിട്ടും പിന്നെ അങ്ങനത്തെ ഓരോ കഥകൾ ഇങ്ങനെ അവർ പറയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ അവൻ എഴുതുന്ന ആ ഒരു ഇത് ഇങ്ങനെ പിന്നെ നമ്മൾ സാധാരണ ചോദിക്കില്ലേ സുഖല്ലേ എന്താണ് അങ്ങനെയൊക്കെ, ഇപ്പൊ ടെമ്പറേച്ചർ ഒക്കെ കൂടിയോ കുറഞ്ഞോ, എങ്ങനെയൊക്കെയാണ് അവിടെ, നല്ല തണുപ്പാണോ, അതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ആ കഥയൊക്കെ അവിടെ ഇങ്ങനെ എൻഡ് ചെയ്ത് പോവാണ്. പിറ്റേ ദിവസം അത് നല്ലൊരു ഹോട്ട് ഡേ, നല്ല ഹോട്ട് ആയിട്ടുള്ള ഒരു ഡേ ആണ്. രണ്ട് വുമൺസ് അവരുടെ ബിക്കിനി ഒക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പിന്നെ സ്വിമ്മിംഗ് ബാത്തിലേക്ക് പോവാണ്. അപ്പം പോകുന്ന സമയത്ത് അവൻ ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അവനക്ക് ബൈനക്കുലേഴ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ താഴെ പോയിട്ട് അവനെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഇവരെന്ത് ചെയ്യാണ്, തിരിച്ചവർ കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് പിന്നെ അവന് അങ്ങനെ പിന്നെ തിരിച്ച് അവൻ കയറി പോരുകയാണ്. കാരണം അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ലല്ലോ. അപ്പൊ തിരിച്ച് അവൻ കയറി പോരുകയാണ്. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, കപ്പുകളൊക്കെ ഹോൾഡ് ചെയ്തിട്ട് അവനിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം അവന് അവിടെ ലോബിയിൽ, പിന്നെ ലോബി എന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന നമ്മൾ ഹോട്ടലിൽ താഴെ ഉണ്ടാവുന്ന ആ ഒരു സെറ്റപ്പിനാണ് ലോബി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഓൾഡ് മാൻ വന്നിട്ട് ഹലോ പിന്നെയും ഈ താഴേക്ക് വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ പറയാണ് ഇവിടെ ഒരു മെയിൽ ബോക്സ് ഉണ്ട് എന്ന് പറയാണ്. അതിങ്ങനെ മെല്ലെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൻ പറയാണ് ഇത് സാറ്റർഡേ ആണ്, അപ്പോൾ സാറ്റർഡേ മെയിൽ ബോക്സ് വരില്ല. അപ്പോൾ ഇവൻ വെറുതെ പറഞ്ഞതാണ്, ഈ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവര് അവിടുന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യാണ്, അവന് എലിവേറ്ററിൽ പോയിട്ട് അവൻ എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ നല്ല എന്താ പറയാ, പിന്നെ അവിടുത്തെ ഒരു സീൻസുകളൊക്കെ പറയുന്നത് വെച്ചാൽ അവിടെ കുറച്ചൊക്കെ ഇങ്ങനെ സൂര്യനൊക്കെ ഇങ്ങനെ പിന്നെ കുറഞ്ഞിങ്ങനെ വരികയാണ്. അങ്ങനെ അവൻ തേർഡ് ഫ്ലോറിലേക്ക് എത്തുന്നത് വരെ അവന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് തേർഡ് ഫ്ലോറിലേക്ക് അവൻ എത്തി. പിന്നെ മൺഡേ നൈറ്റിൽ അവൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, അവൻ്റെ ഫസ്റ്റ് സ്വിമ്മിങ് ലെസൺ അവൻ അവിടെ എന്ത് ചെയ്യാണ്, സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അവിടെ പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്, പിന്നെ ആ അപ്പാർട്ട്മെന്റിൽ സ്വിമ്മിംഗ് ക്ലാസ്സുകൾ മാത്രമല്ല ഹൈസ്കൂൾ ഉണ്ട്. ഈ അപ്പാർട്ട്മെന്റിന്റെ ബിൽഡിങ്ങിന്റെ ബാക്കിൽ ഒരു ഹൈസ്കൂൾ ഉണ്ട്. മാത്രമല്ല സെറാമിക്സിന്റെ ഒക്കെ ഒരു പോട്ടറി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരു നോൺ സ്വിമ്മിങ് അഡൾട്ട്സിനൊക്കെ അവിടെ ഒരു ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവൻ രജിസ്ട്രേഷൻ ഡെസ്കിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു വുമൺ ഉണ്ട്. അവള് ഒരുപാട് നോൺ സ്വിമ്മിങ്ങിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടൊക്കെ അവൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ ചോദിക്കാണ് നിങ്ങൾ ഇന്ത്യൻ ആണോ എന്ന് ചോദിക്കാണ്. പിന്നെ അപ്പൊ അവനിങ്ങനെ തലയാട്ടിയിട്ട് പറയാണ്. അപ്പൊ അവൻ ചോദിക്കാണ്
ആ, അപ്പൊ അവള് പറയാണ്, ഒന്നും തോന്നരുത്, ഞാൻ അങ്ങ് വെറുതെ ചോദിച്ചതാണ്, കാരണം കുറച്ച് മുന്നേ കൂടെ ഒരു ഇന്ത്യൻ കപ്പിൾ, ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, ഇന്ത്യയിൽ എന്താണ് സ്വിമ്മിങ് എൻകറേജ് ചെയ്യില്ലേ എന്ന് ചോദിക്കാണ്. അപ്പം അവന് ഒരു ഇതായിട്ട് പറയാണ്, ആ, ഇന്ത്യൻസുകളൊക്കെ നല്ല പിന്നെ മീനുകളെ പോലെ തന്നെ സ്വിം ചെയ്യും, നീന്തും. പക്ഷെ ഞാൻ അതിലൊരു എക്സെപ്ഷൻ ആണ്. ഞങ്ങളുടെ വീടിന്റെ ഒരു 5 മിനിറ്റ് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചോതിപതി ബീച്ച് ഉണ്ട് ബോംബെയില്, നല്ല ബീച്ചസ് ഉണ്ട് ബോംബെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എതിർത്തിട്ട് പറയാണ്. അങ്ങനെ ഓക്കെ എന്ന് പറയാണ്, ഇയാൾ പറയാണ്. എന്നിട്ട് എന്താണ്, ആ പിന്നെ അങ്ങനെ അത് ആ ഒരു സീന് കഴിയാണ്. അങ്ങനെ പക്ഷെ ഈ ഒരു പിന്നെ ഇയാൾക്ക്, നമ്മുടെ നെറേറ്ററിന് വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. ഓക്കെ. പിന്നെ അപ്പൊ ഈ ആർട്ട് ഓഫ് സ്വിമ്മിങ് അവന്റെ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ ചെയ്ത്താനും കടലിന്റെ നടുവിൽ എന്ന് പറയുന്ന പോലെ അവനക്ക് പേടിയാണ് അതിനെ. ഓക്കെ. അപ്പൊ അവന് ട്രാപ്പ് ചെയ്തു പോയി. ഓക്കെ. കാരണം എന്താന്ന് വെച്ചാൽ അവനക്ക് പ്രൈവറ്റ് സ്വിമ്മിങ് ക്ലബ്സുകൾ അവന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ പോലും അവന് പൈസ ഒക്കെ കൊടുത്ത് പൈസ കഴിച്ച് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ അവനക്ക് പേടിയായിരുന്നു ഇത്. ഓക്കെ. അങ്ങനെ പിന്നെ പേജ് നമ്പർ ഇതിൽ പറയുന്നത് 50 പറയുന്നുണ്ട് എന്ത്, വാട്ടർ എന്ന് പറയുന്നത് അവനക്കൊരു ഇമേജറി ആയിരുന്നു അവൻ്റെ ലൈഫിൽ. കാരണം എന്ന് വെച്ചാൽ ചൗത്തിപ്പജി ബീച്ചിൽ അവൻ്റെ ഹൈസ്കൂളിൽ സ്വിമ്മിംഗ് പൂളിൽ, ഹൈസ്കൂളിൽ സ്വിമ്മിംഗ് പൂളാണ് ചൗത്തിപ്പജി ബീച്ച് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ അവനക്ക് ഭയങ്കര പേടിയായിരുന്നു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ പിന്നെ ആ ഒരു കഥകളൊക്കെ പറയുന്നത് എന്ന് വെച്ചാല് സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉള്ള അതും, അവന്റെ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്തും ഫിറോസബാഗിലെ ബോയ്സ് വന്നിട്ട് അവനോട് ഒരുപാട് കഥകളൊക്കെ പറയുന്നതും അതൊക്കെ അവനിങ്ങനെ ആലോചിക്കാണ്. ഓക്കെ. അങ്ങനെ പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാല് അവിടെ ഒരുപാട് റിലീജിയസ് ഫെസ്റ്റിവൽസുകളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യും, പിന്നെ കെറോസിനുകളും അതേപോലെ തന്നെ പിന്നെ റൈസൊക്കെ, അരിയൊക്കെ റേഷൻ ചെയ്യും. അതേപോലെ തന്നെ ഗണേഷ് ചതുർത്ഥി എന്ന് പറയുന്ന അവർക്കൊരു പ്രതിമ ഉണ്ട് ഗണേഷിന്റെ, അത് അവർ തൊഴാൻ പോകുന്നതും. പിന്നെ അവർക്കൊരു കോക്കനട്ട് ഡേ ഉണ്ട്, ഗണേശ് ചതുർത്ഥിന്റെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കോക്കനട്ട് ഡേ ഉണ്ട്. അതേപോലെ തന്നെ അതിനൊരു ബൈസ്റ്റാൻഡർ വ്യൂ പോയിന്റ് ബൈസ്റ്റാൻഡർ ഉണ്ടാവും. പിന്നെ എന്താണ് അവര് പിന്നെ ഒരു പാർസി റിലീജിയസ് സെറിമണീസുകളൊക്കെ അവര് ഇതാക്കും. പിന്നെ പാർസി റിലീജിയക്കാരനാണ് ഇവന്, പാർസിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സെറിമണീസിലൊക്കെ അവൻ പോവും. അവിടെ എന്ത് ചെയ്യും, ഈ ആഷസുകളൊക്കെ സാൻഡൽ വുഡ് ഫയർ കൊണ്ട് കത്തി നശിച്ചിട്ടുള്ള ഈ സാക്രഡ് ആഷസുകളൊക്കെ അവരുടെ പോയിട്ട് ഡം ചെയ്യും. അങ്ങനത്തെ ഒരുപാട് കഥകളൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ പക്ഷെ അവന്റെ ഗ്രാൻഡ്പ മരിച്ചതിന് ശേഷം ഈ ഒരു ഇതിലേക്ക് തന്നെയാണ് പിന്നെ എന്താ ഇത് ഡിസ്പോസ് ചെയ്തത്, എന്ത് അവന്റെ അവരുടെ ആ ഒരു ചാരം ബാക്കി ഉണ്ടാവല്ലോ, അത് ഡിസ്പോസ് ചെയ്തത് അവിടെ തന്നെയാണ്. പിന്നെ ഷോർ തന്നെയാണ് അതൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ ഷോർ എന്ന് പറഞ്ഞാൽ തിരമാലയിൽ നിന്നും അത് തന്നെയാണ് കൊണ്ടുപോയത്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എന്ന് പറയുന്നത് അങ്ങനെ PW എന്ത് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത് 2 ലേഡീസ് തേർഡ് ഫ്ലോറിൽ നിന്നും പിന്നെ അവരുടെ ബിക്കിനി ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പം അവനക്ക് വീണ്ടും അത് ഒരു ഇതായി, അവനക്ക് പറഞ്ഞു ദാറ്റ്സ് നൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ PWD വിത്ഡ്രോസ് ആൻഡ് ഷട്ട്സ് ഹെർ ഡോർ. അങ്ങനെ ഡോർ ഷട്ട് ചെയ്തു. അപ്പം മദർ ഹാഡ് ടു റിപ്ലൈ ബിക്കോസ് ഫാദർ സെഡ് ഹി ഡി നോട്ട് വോണ്ട് ടു റൈറ്റ് ലെറ്റ്. അപ്പം പിന്നെ വീണ്ടും പറയുന്നത് എന്താണ്, അമ്മക്ക് വീണ്ടും ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ലെറ്ററിനെ കുറിച്ചിട്ടാണ് ഇനി ചർച്ച ചെയ്യുന്നത്. മദർ ഹാഡ് ടു റിപ്ലൈ ഫാദർ ബിക്കോസ് ഹി സെഡ് ഹി ഡി നോട്ട് വോണ്ട് ടു റൈറ്റ് ടു ഹിസ് ലെറ്റർ സൺ till the son had sensible to write him. His questions had been ignored long enough. He wanted to keep life secret. Fine, he would get no letters from his father. എന്ന് വെച്ചാൽ അവന്റെ അച്ഛനൊന്നും തിരിച്ചൊരു മറുപടി ലെറ്ററിനെ കുറിച്ചിട്ട് എഴുതാനില്ല. അപ്പം ഈ ഇറ്റാലിക്സിൽ കാണുന്ന, അഥവാ ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ എഴുത്തിൽ നിന്നും ഇറ്റാലിക്സിലേക്ക് കാണുന്ന എഴുത്തുകളൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവിടെ നടക്കുന്നത് അവന്റെ പറയാണ്, അവന് എൻ്റെ സണ്ണ്, അഥവാ ഈ നെറേറ്ററുടെ അച്ഛൻ പറയാണ്, എൻ്റെ സണ്ണ് നല്ലൊരു ലൈഫ് സീക്രറ്റ് ആയിട്ട് വെക്കുന്നത് വരെ ഞാൻ അവനക്കൊരു ലെറ്റർ ഒന്നും എഴുതൂല എന്ന് പറയാണ്. അങ്ങനെ അപ്പം പിന്നെ മദർ ഇങ്ങനെ വായിക്കാണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാണ്. ഫാദർ സെഡ് ഗോ ഓൺ, ആസ്ക് ഹിം വാട്ട് ഈസ് വർക്ക് ഈസ് അറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ എന്ത് വർക്കാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയാണ്. കാരണം അമ്മയാണല്ലോ തിരിച്ച് ലെറ്റർ എഴുതുന്നത്. പിന്നെ അതേപോലെ തന്നെ
പിന്നെ സൊറാറ്റിയനെ പറ്റിയിട്ടും മനാഷിനെ പറ്റിയിട്ടും പിന്നെ അതേ ഗവാഷിനെ പറ്റിയിട്ടും ഗുണാഷിനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ടൊക്കെ എന്താണ് ഒക്കെ അവനോടൊന്ന് ചോദിച്ചു, അത് റിമൈൻഡ് ചെയ്ത് നോക്ക്. പിന്നെ അതേപോലെ തന്നെ ഗുഡ് തോട്ട്സുകൾ ഉണ്ടാവണം, ഗുഡ് വേർഡ്സ് ഗുഡ് ഡീഡ്സുകളൊക്കെ അവനക്ക് ഉണ്ടാവണം, അതൊന്നും ഫോർഗറ്റ് ചെയ്യരുതെന്നൊക്കെ പറയും. എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയണം. അതേപോലെ തന്നെ കുസ്തി എല്ലാ സമയത്തും, കുസ്തി എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് കേട്ടോ. അപ്പൊ അമ്മ എന്ത് ചെയ്യാണ് അവന്റെ പിന്നെ എന്താ പറയാ അവന്റെ പ്രയേഴ്സിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ കുസ്തിനെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 2 വട്ടമെങ്കിലും അത് ചെയ്യണം എന്ന് പറയാണ്. അവൾ ഇതൊക്കെ ഒരു സങ്കടപ്പെട്ടിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആ കുസ്തി അതേപോലെ തന്നെ സുന്ദര ഇതൊക്കെ അവന് വേറെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. അതേപോലെ തന്നെ പ്രയേഴ്സ് പിന്നെ എന്താ പറയാ പ്രയേഴ്സിനെ കുറിച്ചൊരു റിമെമ്പർ ചെയ്യാണ്. പിന്നെ പുതിയ സുദ്രാസൊക്കെ അവനക്ക് ഉണ്ടോ വേണോ എന്നൊക്കെ ചോദിക്കാണ്. അതേപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു ലെറ്റർ ഈ ലെറ്റർ പിന്നെ അവൾ എന്ത് ചെയ്യാണ്, സീൽ ചെയ്യാണ്. സീൽ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ മേലെ ഫാദർ അതിലേക്ക് അഡ്രസ്സ് ചെയ്തിട്ട് തിരിച്ച് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് ചെയ്താണ്. എഴുതി കഴിഞ്ഞ ശേഷം അവൾ തന്നെ സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്യണം. കാരണം അതിലൊരു മിസ്റ്റേക്കും വരണ്ട, ഇനിയിപ്പോൾ സീൽ ചെയ്യണോടത്തൊന്നും പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവൾ തന്നെ സീൽ ചെയ്ത് അവൾ കൊണ്ടുപോവാണ്. അങ്ങനെ വീണ്ടും നമ്മൾ കാനഡയുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. കാനഡയിൽ നടക്കുന്നത് എന്താ വെച്ചാൽ, ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ് സൂപ്രണ്ടന്റ് പിന്നെ ബർത്തേ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു പാർക്കിംഗ് ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർക്കിംഗ് ടാക്സ് അടക്കേണ്ടി വരും ചില രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ കാനഡ പോലത്തെ രാജ്യങ്ങളിലൊക്കെ പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ലോട്ട് അടക്കേണ്ടി വരും. അപ്പോൾ അവളുടെ സണ്ണിനായിട്ടും ഭയങ്കര അടി ഉണ്ടാക്കണം. അപ്പോൾ ആ അടി ഉണ്ടാക്കുന്ന സീനൊക്കെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് PWDനോട് അവൻ ചോദിക്കുകയാണ് ഇവളുടെ ഇതെന്താണ്. അപ്പോൾ ഇവള് പറയാണ് ഒരു ബിഗ് ആയിട്ടുള്ള ബർത്തേ എന്ന് പറയുന്നത് ഒരു ബിഗ് ആയിട്ടുള്ള ഒരു യുഗോസ്ലാവിയനാണ്. അവൾക്കൊരു ഹൈ ചീക്ക് ബോൺസുകളൊക്കെ ഉണ്ട്. അവൾ റഫ് ഈവൻ ഇംഗ്ലീഷ് ആണ്. അവൾ എപ്പോഴും ഇങ്ങനെ അടി ഉണ്ടാക്കിയിട്ടും അവൾ ഭയങ്കര സ്ക്രീമിങ് ആക്കിയിട്ടും ഫ്ലാറ്റ് നിറച്ച് അവളുടെ സൗണ്ട് കേൾക്കുക. അത്രയും വലിയ സൗണ്ട് ഒക്കെയാണുള്ളത്. ബർത്തയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഫാക്ടറിയിൽ ജോബാണ്. അവിടെ ഒരുപാട് ഒരു മാസം തന്നെ ഒരുപാട് വർക്ക് ലോസ് അവനക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ അവർ രണ്ടാളും ഭയങ്കര അടിയാണ്. ഇതൊക്കെയാണ് കഥകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി പേജ് നമ്പർ 52 ബാക്കി പറയുന്നത്. അവിടെ പിന്നെ ഓൾഡ് മാൻ എന്ത് ചെയ്യുക, ഓൾഡ് മാൻ ഇല്ലാത്ത വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ ആ പിന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ബർത്ത്ഡേ ഉണ്ടായിരുന്നു. പിന്നെ അവൾ ഒച്ചയിടലൊക്കെ നിർത്തിയിട്ട് ടേൺ ചെയ്തിട്ടൊന്ന് സ്മൈൽ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, പിന്നെ വീൽ ചെയറിൻ്റെ ഒരു ഫേവറേറ്റ് ആംഗിളിലേക്ക് വീൽ ചെയർ ഒന്ന് തിരിച്ചു കൊടുത്തു. അങ്ങനെ ലോബി ഭയങ്കര പീസ്ഫുള്ളാണ്. ആ ഓൾഡ് മാൻ ഉള്ളിടത്തോളം കാലം അവിടുത്തെ ലോബി ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. കാരണം ഓൾഡ് മാൻ വെറുതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ അവൻ്റെ ഒരു ഹോപ്പ്ലെസ് ആയിരുന്നു എന്താ ഫസ്റ്റ് സ്വിമ്മിങ് ലെസൺ. കാരണം വാട്ടർ അവനെ ചതിച്ചു. അവന് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു അല്ലേ. അവന് ചൗപ്പതിലായിരുന്നു. അവിടുത്തെ ആ ബീച്ചിൽ അവന് കുറച്ചൊന്നും ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് കൈയിട്ടടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നായിരുന്നു. പക്ഷെ ഇതൊരു ജസ്റ്റ് ഒരു സ്വിമ്മിംഗ് പൂളാണ്. പക്ഷെ എന്നിട്ട് പോലും അവനക്ക് അത് ആലോചിക്കുന്നത് തന്നെ പേടിയായിരുന്നു. പിന്നെ അവൻ ആലോചിക്കാണ് പിന്നെ സർഫ് കിങ്ങിനായിട്ടൊക്കെ ആമ എന്ന സമയത്ത് ഹൈസ്കൂളിന്റെ സമയത്ത് അവൻ പൂൾ ഏരിയയിലേക്ക് പോയിട്ട് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ ആ ബുള്ളറ്റിൻ ബോർഡിലെ ഇൻസ്ട്രക്ഷൻസുകൾ പുതിയ ക്ലാസ്സിലേക്ക് പോകുന്ന ഇൻസ്ട്രക്ഷൻസുകളൊക്കെ വായിക്കുമായിരുന്നു. എന്തായിരുന്നു ഇൻസ്ട്രക്ഷൻസ്, എല്ലാ സ്റ്റുഡൻസുകളും ഷവർ ചെയ്യണം, എന്നിട്ട് 8 o'clock ആകുമ്പോഴത്തേന് അവിടെ അസംബിൾ ചെയ്യണം. പിന്നെ 3 യങ് ബോയ്സുകൾ ആദ്യം ഷവർ ചെയ്യണം, എന്നിട്ട് അവർ പ്രീവിയസ് ക്ലാസ്സുകൾ അവർ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരാൾ എന്ത് ചെയ്യും, അവരുടെ പിന്നെ നോസ് ഇങ്ങനെ ഹോൾഡ് ചെയ്യും, രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും ഹം ചെയ്യും. പിന്നെ ബ്രീത്ത് പക്കി പക്കി എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കറിയൊക്കെ എന്ന് പറഞ്ഞ് സ്മെല്ല് ചെയ്യൂലേ നമ്മൾ മൂക്കൊണ്ട്, അതേപോലെയൊക്കെ ഇങ്ങനെ ചെയ്യണം. പിന്നെ ഫസ്റ്റത്തെ 2 തേർഡ് സ്റ്റേജ് ടു ഫസ്റ്റത്തെ 2 മൂന്നാമത്തെ ആൾ പറയും പിന്നെ കറിയുടെ ടേസ്റ്റിൽ പോലെ നിങ്ങൾ വാട്ടർ ഇങ്ങനെ പ്രത്യേകിച്ച് കൊണ്ടുപോകണം. എന്നിട്ട് അവർ ലീവ് ചെയ്യും. ഒരു മിക്സ്ഡ് ക്ലാസ് ആയിരുന്നു. അവിടെ ഒരു ഗോർജിയസ് ആയിട്ടുള്ള ഒരു വുമൺ വരുമായിരുന്നു. അതായിരുന്നു അവൻ്റെ ഒരു ഫാൻറ്റസി. അതൊക്കെ അവൻ മിസ് ചെയ്യുന്നുണ്ട്.
അത് അവള് വരുന്ന ആ ഒരു രീതിയൊക്കെ പറയുന്നത്, പിന്നെ ഒരു 35 തോന്നിക്കും, ഒരു പ്ലെയിൻ ലുക്കിംഗ് ആണ്, ബ്രൗൺ ഹെയർ ആണ്, അവൾക്കൊരു പിങ്ക് സ്യൂട്ട് ഉണ്ടായിരുന്നു, പിങ്ക് ചുരിദാർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവൾക്ക് അവൻ ചിന്തിച്ചു പോവാണ്. പിന്നെ അവിടെ ഒരു ഇൻസ്ട്രക്ടർ വരികയാണ്, എന്താണ് റോൺ എന്ന് പറയുന്ന ഇൻസ്ട്രക്ടർ വരികയാണ്. ഒരു പെപ് ടോക്കാണ്, ഒരു നെർവസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ആം, ആ, പിന്നെ അപ്പൊ ആ സമയത്ത് പിന്നെ അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്, ഒരു ഫ്ലോട്ട്, ഒരു ബാക്കിൽ ഫ്ലോട്ട് ചെയ്യുന്ന വളണ്ടിയറോട് ചോദിക്കുകയാണ്. ഇത് അവൻ ചിന്തിക്കുന്ന കഥ തന്നെയാണ്. എന്താണ് ആ പിങ്ക് സ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിക്കുകയാണ്. പിന്നെ അവളെ അവൻ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്ന് പറയുന്നത്, പിന്നെ ഈ ഒരു പിന്നെ റോൺ എന്ന് പറയുന്നത് വളണ്ടിയർ ആണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോറി, റോൺ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടർ ആണ്. അപ്പം അവന് പിന്നെ ലാസ്റ്റ് ഡെമോൺസ്ട്രേഷനിൽ അവനക്കൊരു വളണ്ടിയർ ആവാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ടുവേർഡ്സ് ദ എൻഡ്, ആ ക്ലാസ്സിന്റെ എൻഡിലേക്ക്, പിന്നെ ടു ടു ഡീപ്പ് എൻഡിലേക്ക് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 15 feet ഓഫ് വാട്ടറിലേക്ക് താഴത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ കാണുന്നത് ബോട്ടമിലെ പോലെയല്ല, നല്ല പിന്നെ ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, റൈറ്റർ എന്താണ്, ഒരു എഴുതുന്ന ഒരാളാണ്, കഥകളൊക്കെ എഴുതുന്ന ഒരു ആളാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പേജ് നമ്പർ 57 ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ്, വീണ്ടും ഇറ്റാലിക്സിലാണ് വന്നിട്ടുള്ളത്. അപ്പം അതെന്താണ്, പിന്നെ നാട്ടിലെ കഥകളാണ് പറയുന്നത്. എന്താണ്, ഫാദർ എന്ത് ചെയ്തിട്ടുണ്ട്, പാർസി ഫാമിലീസിനെ കുറിച്ചിട്ട്, അവരെ മിഡിൽ ക്ലാസ്സും പുവർ ക്ലാസ്സും അതിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാർസിസുകൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുക. അതേപോലെ തന്നെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദ ഗ്രേറ്റ് ടാറ്റ എന്ന് പറയുന്ന ആ ഗ്രേറ്റ് മാൻ. അവരുടെ കോൺട്രിബ്യൂഷൻ സ്റ്റീൽ ഇൻഡസ്ട്രി, അതേപോലെ തന്നെ ഡിൻഷോ പെറ്റിറ്റിന്റെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഓക്കെ. പിന്നെ ബോംബെ മാഞ്ചസ്റ്ററിന്റെ ഈസ്റ്റ് വെസ്റ്റ്, ദാദാബായിന്റെ ഫ്രീഡം മൂവ്മെന്റ്, പിന്നെ അതേപോലെ തന്നെ സ്വരാജ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്, ആദ്യമായിട്ട് ഫസ്റ്റ് ബ്രിട്ടീഷ് പാർലമെന്റിൽ എലക്ട് ചെയ്തത്, അതേപോലെ തന്നെ അവരുടെ ക്യാമ്പയിന്, ഇതൊക്കെ ആരുടെ വിഭാഗത്തിൽ നിന്ന് വന്നതാണ്, പാർസീസിന്റെ വിഭാഗത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അവരുടെ കമ്മ്യൂണിറ്റിയും അതിനെ കുറിച്ചിട്ടും, അവരുടെ പിന്നെ ഫിലോന്ത്രഫിക് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ റിച്ചസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയില്. അപ്പോൾ എന്താണ്, ഇന്ത്യയിൽ ഇവരുടെ ഒക്കെ എന്താണ്, ഈ ഈ ഈ പറഞ്ഞ ആളുകളൊക്കെ പാർസിസ് ആണ്. അവരുടെ റെപ്യൂട്ടേഷനും അവരുടെ ഫാമിലി ഓറിയന്റേഷനും ഒക്കെ അതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റോറി ആക്കിയിട്ട് അവനക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കാണ്. അപ്പോൾ അമ്മ പറയാണ്, എന്താണ്, അവന് അതൊക്കെ ഓർക്കുന്നുണ്ടാവും, അവന്റെ റൈറ്റിങ്സ് ഒക്കെ നല്ലതാണ്, ചെറിയ സാഡ് തിങ്സുകൾ പോലും അവന്റെ ഇമാജിനേഷനിൽ അവന് കൊടുത്തിട്ട് അതൊരു ട്രൂത്ത് ആക്കിയിട്ട് മാറ്റും എന്നൊക്കെ അമ്മ അച്ഛനോട് പറയാണ്. ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്, സണ്ണിനെ കുറിച്ചിട്ട്, നമ്മുടെ നെറേറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഫാദർ പറയാണ്, അവന്റെ ഫാദറിന്റെ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ എന്താണ്, എൻ്റെ മകൻ അറിയുന്നുണ്ടാവോ, എന്താണ്, അല്ലെങ്കിൽ ആ സ്റ്റോറീസ് ഒക്കെ എന്ത് ചെയ്യുക, ലെറ്റേഴ്സ് വഴി അവനക്ക് അയച്ചു കൊടുത്തിട്ട്, എന്താണ്, അവനക്ക് കുറച്ചും കൂടെ ടൊർണാഡോനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട്, പിന്നെ അവിടെ ഒരു മാൻ ഉണ്ടായിരുന്നു. പിന്നെ ആ മാന് പിന്നെ പർച്ചേസ് ടോയ്ലറ്റിന്റെ മേലെ ഒരു പർച്ചേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഭയങ്കര എന്താണ്, ഷെയിംഫുൾ ആയിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഫൺ ചെയ്തിരുന്നു, നമ്മൾ നന്നായിട്ട് ചിരിക്കുമായിരുന്നു, നമ്മൾ അതൊക്കെ അത് അഡ്മിറ്റ് ചെയ്യായിരുന്നു. ആ ഇമാജിനേഷൻ, ആ പോയിന്റ് ഓഫ് ഫാന്റസി ഒക്കെ വെച്ചിട്ട് അവനക്ക് കഥകൾ ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ചോദിക്കാണ്. എന്താണ്, പിന്നെ അതേപോലെ തന്നെ ടൊർണാഡോയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പിന്നെ മദർ ആൻഡ് ഫാദർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ റൈറ്ററിന് 10 years ടൈം ആഫ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ എക്സ്പീരിയൻസസുകളൊക്കെ അവനക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനാണ് എന്താണ് അമ്മയോട് കത്തിലൂടെ പറയുന്നത്. കത്ത് എഴുതാൻ വേണ്ടിയിട്ട്, ആ മോൻക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്താണ്, അതേ സമയത്ത് ബോംബെയിൽ ചൈൽഡ്ഹുഡ് ആയ സമയത്ത് ഇവിടെ വാല്യുബിൾ തിങ്സ്, മോസ്റ്റ് വാല്യുബിൾ തിങ് എന്ന് പറയുന്നത് അവന്റെ വീടായിരുന്നു. അപ്പം ഇതൊക്കെ അവനക്ക് ഓർക്കാനും ഒക്കെ ഉള്ള ഒരു എന്താണ് അവസരം ആയിക്കോട്ടെ, ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്ക് എന്നൊക്കെ പറയാണ്. പിന്നെ അവിടെ നടക്കുന്ന ഇമോഷൻസുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ.
പിന്നെ അവൻ്റെ ബുക്സുകളൊക്കെ പിന്നെ ഡാമേജ് ആവാൻ തുടങ്ങി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഭയങ്കര സൺഷൈൻസ് ഒക്കെ നിന്നു. ആം, ഉം, കാരണം അവിടെ ഭയങ്കരമായിട്ട് ഫോമുകളൊക്കെ വരാൻ തുടങ്ങി. ഭയങ്കര സ്നോ ഒക്കെ വിന്റർ വരാൻ തുടങ്ങി. നേരത്തെ എന്താണ് ഇതായിരുന്നു അല്ലേ, എന്താണ് സമ്മർ ആയിരുന്നു, നല്ല തണുപ്പൊക്കെ അല്ല നല്ല ചൂടായിരുന്നു. ആ സമയത്താണ് സ്വിമ്മിങ് ലെസൺസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷെ അതേ സമയത്ത് ഇപ്പം വിൻഡോസ് വില്ലിലൊക്കെ വെച്ചിട്ട് ബുക്സ് ഒക്കെ ഡാമേജ് ആവാൻ തുടങ്ങി, വിൻഡൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അവൻ പറയാണ് പിന്നെ ആരും ഒരു ഹസ്ബൻഡോ പിന്നെ ആ ബേർത്ത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ബേർത്ത് എന്താണ് ഒരു സ്നോ പുഷറാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ പെർഫോമൻസ് പിന്നെ പിന്നെ അവളുടെ വിയറിങ്നെസ് ഒക്കെ വെച്ചിട്ട് അവൾ നല്ലൊരു പെർഫോമൻസ് കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്നോ പുഷറാണ്. അപ്പോൾ അവളെ ഹസ്ബൻഡോ അവളുടെ സണ്ണോ ഒന്നും ആരും പുറത്ത് കാണുന്നില്ല. അപ്പോൾ എന്താണ് അതേപോലെ തന്നെ അവളുടെ പിന്നെ മകന്റെ വാനും മിസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കളഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ഹാളിൽ വീണ്ടും ഒരു മെഡിസിനൽ പിന്നെ സ്മെല്ല് വരികയാണ്. അപ്പോൾ പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയി മെയിൽ ബോക്സിലേക്ക്. അപ്പോൾ അവിടെ പിന്നെ ബ്ലൂവും അതേപോലെ തന്നെ മെജൻ്റ ആയിട്ടുള്ള ഒരു എന്താണ് എറോഗ്രാമി ഉണ്ട്, ഒരു ഇന്ത്യൻ എറോഗ്രാമി ഉണ്ട്. പിന്നെ അതൊക്കെ പറയാണ്. പിന്നെ പറയാണ് എന്നിട്ട് അവിടേക്ക് ഞാൻ ലെറ്റർ മെയിൻ ലോബിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു ലെറ്റർ പോക്കറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഇട്ടു. അപ്പോൾ അവിടെ ഓൾഡ് മാൻ എന്താണ് സാധാരണ അവിടെ ഓൾഡ് മാൻ ഇരിക്കാറുണ്ട്, പക്ഷെ അയാൾ അവിടെ കാണാനില്ല. അപ്പം എന്താണ് ഗ്ലാസ് ഡോറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്കണ്ട് ആണ് സാധാരണ ഓൾഡ് മാൻ അവിടെ ലോബിയിൽ ഇരിക്കാറുള്ളത്. പക്ഷെ അയാളൊന്നും കാണുന്നില്ല. അയാളുടെ പിന്നെ വീൽ ചെയറൊക്കെ എന്താണ് വീൽ ചെയർ ഇങ്ങനെ വെറുതെ കിടക്കണം, ബെയർ ചെയ്ത് കിടക്കണം. അപ്പൊ അവിടെ ഒന്നും കാണാനില്ല. അപ്പൊ അയാൾ ആകെ ഇതാക്കി. പിന്നെ ഭയങ്കര വണ്ടറായി എവിടേക്കാണ് ഇയാൾ പോയത് എന്നുള്ളത് വണ്ടറായി. എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞു. കാരണം സാധാരണ അയാൾ ലോബിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഓൾഡ് മാനെ കാണാറുണ്ടായിരുന്നു. അപ്പം പക്ഷെ അയാളെ കാണാനില്ല. അപ്പോൾ എന്താണ് അയാൾ എന്ത് ചെയ്യാണ്, പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ആ പിന്നെ പിന്നെ ഇങ്ങനെ നോക്കി. അപ്പം നോക്കുന്ന സമയത്താണ് അയാൾ ഇങ്ങനെ ഒരു ഗ്രേ ഫേസ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ ചോദിച്ചു, ഹൗ ഓൾഡ് ഡു യു തിങ്ക് ഐ ആം, ഞാൻ എത്ര വയസ്സുണ്ട് ഞാൻ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു പ്രോബബിളി 64 എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഓഗസ്റ്റിലേക്ക് എനിക്ക് 78 ആവുമെന്ന് ഇയാൾ പറഞ്ഞു. അങ്ങനെ എന്താണ് അവരെന്ത് ചെയ്തു, പിന്നെ അയാള് ഐ വിഷ് മൈ ഫീറ്റ് ഡിഡ് നോട്ട് ഫീൽ സോ കോൾഡ് ഓൾ ദ ടൈം ആൻഡ് മൈ ഹാൻഡ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല വിൻ്റർ ആയതുകൊണ്ട് അയാൾക്ക് ഭയങ്കര കോൾഡൊക്കെ അനുഭവിക്കുന്നുണ്ട്, അതൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഇതാക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എലിവേറ്ററിൽ അവർ എയറോഗ്രാം പിന്നെ അവിടുന്ന് തന്നെ അയാൾ സ്റ്റാർട്ട് ചെയ്താൻ തുടങ്ങി. അപ്പോൾ ഒരു ട്രിക്കി ബിസിനസ് ആയിരുന്നു അത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക ഇതാക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഐ ഡോണ്ട് ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഹെർ എജിറ്റേഷൻ. ആരുടെ കുറിച്ചിട്ടാണ് പറയുന്നത്, ബർത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അവളുടെ ഹസ്ബൻഡും സണ്ണൊക്കെ അവളെ വിട്ടിട്ട് അവളെ കളഞ്ഞിട്ട് പോയി, ബർത്തിനെ കളഞ്ഞിട്ട് പോയി. അവൾ ഒറ്റക്കാണപ്പോൾ. അങ്ങനെ ബെർത്തിന്റെ അങ്ങനെ പിന്നെ അവളുടെ ടോണും അതേപോലെ സ്റ്റാൻഡ്സ് ഒക്കെ ഇവൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ബെർത്തിന്റെ ഫാമിലി അവളെ ഒറ്റക്കാക്കി. ദാറ്റ്സ് വെരി സാഡ് എന്ന് വെച്ചാൽ അവളെ ഭയങ്കര ഒറ്റക്കാക്കിയിട്ട് അവരെന്ത് ചെയ്യാണ്, പോവാണ്. വീണ്ടും നമ്മുടെ നാട്ടിലേക്കുള്ള കഥയാണ് 59th പേജിൽ പറയുന്നത്. അവന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അവൻ്റെ സ്റ്റോറീസ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്റ്റോറീസ് ഒക്കെ അവൻ്റെ ഫാദറും പിന്നെ മദറും കൂടി ഇരുന്ന് വായിച്ചു. പക്ഷെ അവർക്ക് ബുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര സോറി ആയി. എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് സങ്കടം വന്നു, ഇത് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. അങ്ങനെ അപ്പൊ ആ സമയത്താണ് അവരുടെ അച്ഛനും അമ്മയും റിയലൈസ് ചെയ്യുന്നത് അവരുടെ മകന്റെ ഒരു ബെറ്റർ, അല്ലെങ്കിൽ അവരുടെ മകന്റെ ഒരു നല്ല കാര്യം എന്താണെന്നുള്ളത് അവരപ്പോഴാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പക്ഷെ അവരിങ്ങനെ വിഷ് ചെയ്യാണ്, ഇനി ഇതിലും കൂടുതൽ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാമായിരുന്നല്ലോ എന്ന് വിചാരിക്കാണ്. എന്താണ് അങ്ങനെ ഫാദർ പറയാണ്, എന്താണ് എല്ലാ സ്റ്റോറീസുകളും എന്താണ് പറഞ്ഞ സ്റ്റോറികളൊന്നുമല്ല, എന്താണ് എല്ലാ സ്റ്റോറിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ട്രുത്ത് ഒന്നുമല്ല, എന്നാലും അവൻ എഴുതിയിട്ടുള്ളത് നല്ല റൈറ്റിംഗ് ആണ്. ഒരു പോയറ്റ്സ് ഫിലോസഫേഴ്സ് ഒക്കെ എഴുതുന്നുള്ളതൊക്കെ എന്താണ് എഴുതിയ പോലെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം മദർ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല, എൻ്റെ പിന്നെ
മകന് അവൻക്ക് എത്രത്തോളം സന്തോഷം വരുന്നുണ്ട്, സോറി, ഞാൻ എത്രത്തോളം സന്തോഷപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ അവന് എത്രത്തോളം കഴിയുന്നുണ്ട് അത്രത്തോളം അവൻ അവൻ്റെ മാക്സിമത്തിലേക്ക് അവൻ എഴുതുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് ആയിരുന്നു. കാരണം അതിൽ കൂടുതൽ കാനഡനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഡേ ടു ഡേ ലൈഫ്, അപ്പാർട്ട്മെന്റിൽ അവൻ്റെ ഡേ ടു ഡേ ലൈഫ് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ വീണ്ടും അവൻ്റെ പിന്നെ കഥയിലേക്ക് വരികയാണ്. അവൻ തിങ്ക് ചെയ്യുന്ന കാര്യം, ബാത്റൂം ക്ലീൻ ചെയ്യണം, അവിടെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ബക്കറ്റിൽ നിന്നൊക്കെ മഗ് എടുത്തിട്ട് അതൊക്കെ വൃത്തിയാക്കണം. ബാത്റൂമിൽ ഫിറോസാബാഗിന്റെ ബാത്റൂമാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവൻ ഷവർ ചെയ്യാണ്. പിന്നെ അതിനുശേഷം പിന്നെ പൂളിലേക്ക്, ചത്തുപതി അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് അവൻ്റെ അതേ പിന്നെ ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ പോലും അവിടെ നല്ല ക്ലീൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വെൻ ഐ ഫിനിഷ്ഡ് ഐ പ്രിപ്പയർ ഫോർ എ ഷവർ, ഒരു ഷവറിൽ അവന് വേണ്ടി അവന് പ്രിപ്പയർ ചെയ്യാണ്. നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്തിട്ട് അവൻ താഴേക്ക് ഇറങ്ങാണ്. അപ്പം എന്നിട്ട് സാധാരണ അവന് അങ്ങനെ താഴേക്ക് വരികയാണ്. അപ്പൊ താഴേക്ക് വരുന്ന സമയത്ത് അവനക്ക് ഈ പേരറിയില്ല, ഓൾഡ് മാൻ്റെ പേരറിയില്ല. അപ്പൊ ലാസ്റ്റ് സമയത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിന്നിരുന്നു, പക്ഷെ അവന് മറന്നു. അപ്പൊ അവൻ വിചാരിച്ചു നാളെ ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും പിന്നെ അവന് വീണ്ടും ഇങ്ങനെ ചിന്തിക്കാണ്, ബാത്ത് ഫുൾ എടുത്തു കഴിഞ്ഞ ശേഷം വാട്ടർ ഒരു ഇമാജിനറി ആണല്ലോ, അത് എൻ്റെ പിന്നെ അത് ചോത്തപ്പതി ബീച്ചും സ്വിമ്മിംഗ് പൂളും ബാത്ത് ടബും ഇതൊക്കെ അവൻ്റെ ഒരു അവൻ്റെ ഇമാജിനേഷനിലേക്ക് വരികയാണ്. പക്ഷെ ഞാൻ അവനിങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവന് നെക്ക് ഇങ്ങനെ അവനക്ക് ഇങ്ങനെ എടുക്കാണ്. അപ്പൊ അതൊരു നല്ലൊരു ഇതായിട്ട് അവനക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ അവന് പിന്നെ വാട്ടറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കണ്ണുകള് പിന്നെ അല്ല, എൻ്റെ മുടി സ്റ്റിൽ ഡ്രൈ ആണ്, അതേപോലെ തന്നെ ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ബ്രത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹെഡ് ഞാൻ അതിലേക്ക് ഡങ്ങ് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവനക്ക് അതൊക്കെ പേടിയാണ്, അതാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും അവനത് ചെയ്യാണ്, വീണ്ടും അതിൽ നിന്ന് എടുക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ പിന്നെ അങ്ങനെ അത് കഴിയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം സ്പ്രിംഗ് സീസൺ വരികയാണ്. അപ്പോൾ അഡൾട്ട് നോൺ സ്വിമ്മേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഹൈസ്കൂൾ ഒരു പിന്നെ ഫ്യൂ ഡേയ്സിനുള്ളിൽ അവർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അപ്പം അവൻ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ സമയത്തെങ്കിലും രജിസ്റ്റർ ചെയ്യണം, കാരണം ഇപ്പോൾ വിൻ്റർ ആയ സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ അതൊന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിൻ്ററിൻ്റെ ഡിൻറ്റൽ ഡേയ്സ് ഒക്കെ പിന്നെ ഒന്നും അവനക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. കാരണം അത്രയും റെസ്പെക്റ്റബിൾ സ്പാൻ ഓഫ് ടൈം അല്ലെങ്കിലാണ് അവന് ഇതാക്കിയത്. അവന് ഈവനിങ് വാക്സുകളൊക്കെ റെസ്യൂം ചെയ്തു. കാരണം ഇത് സ്പ്രിങ്ങിന്റെ സീസൺ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവന് അവൻ്റെ ഈവനിങ് വാക്സുകളൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. പിന്നെ വാട്ടറിന്റെ സൗണ്ടുകളൊക്കെ മെൽറ്റ് ചെയ്തിട്ട് സ്നോ ബാങ്കിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. എല്ലാതും ഡ്രെയിൻ ആവാൻ തുടങ്ങി. അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, പിന്നെ ഒരു കുറച്ച് ട്രീസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാക്കുകയാണ്. കാരണം അതിലേക്ക് അവനക്ക് വാങ്ങുന്ന സമയത്ത് എന്താക്കാൻ പറ്റും, നല്ലൊരു പിന്നെ അവനക്ക് അതൊക്കെ കുഴിച്ചിട്ടിട്ട് ട്രീസൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ അവൻ തിരിച്ച് അവൻ്റെ ഈവനിങ് വാക്സ് കഴിഞ്ഞിട്ട് ബിൽഡിങ്ങിലേക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് പിന്നെ അവൻ ഒന്ന് പോയി, ഒരു മാറ്റിലേക്ക് പോയി. കാരണം എന്താന്ന് ചോദിച്ചാൽ അവനെ തള്ളിയിട്ടിട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ച് പ്ലാസ്റ്റിക് ലെറ്റേഴ്സും നമ്പേഴ്സും ഉള്ള അവിടെ വെച്ചിട്ട് അവന് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഓൾഡ് മാൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് പിന്നെ അവന് വേറെ അപ്പാർട്ട്മെന്റിലാണ്, ഓൾഡ് മാൻ വേറെ അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ആ അപ്പാർട്ട്മെന്റിന്റെ പിന്നെ കോർണറിലേക്ക്, ആ സ്റ്റെയർ കേസിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ നമ്പർ എഴുതിയിട്ടുണ്ട് 201 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവൻ താഴത്തേക്ക് നോക്കി, അപ്പൊ 201ന്റെ അവിടെ പിന്നെ അവിടെ വൈറ്റ് പ്ലാസ്റ്റിക് ലെറ്റേഴ്സ് ഒന്നും അവന് കാണുന്നില്ല. അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ, ഒരു ഹോൾസ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അങ്ങനെ അവൻ വിചാരിക്കാണ്, ഞാൻ ഇന്നെ തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുന്നല്ലാതെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ പേര് നമുക്ക് ചോദിക്കാന്ന് വിചാരിക്കണം. പക്ഷെ ആ സമയത്ത് നോക്കുന്ന സമയത്ത് ഇയാളെ കാണുന്നില്ല. ആരെ നമ്മുടെ ഓൾഡ് മാനെ കാണുന്നില്ല. അപ്പം അങ്ങനെ എലിവേറ്റർ പിന്നെ
എലിവേറ്റർ എടുത്തിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യാണ്, സെക്കൻഡ് ഫ്ലോറിലേക്ക് എക്സിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഗുങ്ടാങ്ങിന് ഗുങ്ടാങ് കുത്താൻ എന്ന് പറയുന്ന അതിന് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ആ സമയത്ത് അയാൾ വരുന്നില്ല. പിന്നെ മെല്ലെ ഡോർ ഇങ്ങനെ ക്ലോസ് ആവുന്നുണ്ട് സ്മൂത്ത്ലി. അങ്ങനെ ബെർത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ PW അവിടെ ലൂബ്രിക്കേറ്റഡ് ഔട്ട് ഓഫ് എക്സിസ്റ്റൻസ്, അവിടെ എന്ത് ചെയ്യേണ്ട ഒരു പിടുത്തം വിട്ടിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇവൾക്കൊരു കോക്രോച്ചിന്റെ ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എന്നെ കാത്തിരിക്കണം. അപ്പോൾ കൊറിഡോറിലേക്ക് അവളുടെ വിസിൽ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് അപ്പൊ ഞാൻ അവളോട് പോയിട്ട് ഇയാൾ ചോദിക്കാണ്, എവിടെയാണ് ഈ ഓൾഡ് മാൻ, എവിടെയാണ്, കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇവള് പറയാണ്, കഴിഞ്ഞ രാത്രി അയാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവളോട് കീ ചോദിക്കാണ്. എന്താണ്, അവള് പോവാൻ നേരത്ത് അവളോട് ചോദിച്ചു, പിന്നെന്താണ് അയാളുടെ പേരെന്തായിരുന്നു എന്ന് എന്തായിരുന്നു എന്ന് നിനക്കറിയോ എന്ന് ചോദിക്കാണ്. അപ്പൊ അവളെന്ത് ചെയ്തു, ഒന്നും മിണ്ടാതെ ഒരു ഉത്തരം മറുപടി ഒന്നും കൊടുക്കാതെ അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും അവന്റെ അമ്മ വീണ്ടും നമ്മുടെ നാട്ടിലത്തെ കഥയ്ക്ക് വരികയാണ്. ഈ ഒരു ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഗ്രാൻഡ് പ ആയിരിക്കും, അവന്റെ ഗ്രാൻഡ് പന്റെ സ്പിരിറ്റ് ആയിരിക്കും അവൻ എത്രയും കാലം വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതായിരിക്കും അതിന്റെ ബ്ലെസ്സിങ്സ് ആയിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചാല് മരണപ്പെടുന്നതിന്റെ ആ സമയത്തൊക്കെ അവൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അവന്റെ അമ്മയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താണ് നല്ലത് ചെയ്തു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, മരണപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ ഗ്രാൻഡ് പേയോ അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ ചെയ്തു കൊടുത്തത് അവരൊക്കെ നമ്മളെ സ്വർഗത്തിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പം എന്താണ് അപ്പൊ അമ്മ പറയാണ്, ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രാൻഡ് പേയുടെ യൂറിൻ ബോട്ടിൽ, മൂത്രം ഒഴിച്ച ബോട്ടിൽ ഉണ്ടാവല്ലോ, അത് അവനക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു. അവൻ അത് ടച്ച് ചെയ്യുക പോലും ഇല്ല. അപ്പൊ ആ സമയത്ത് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് അത് എന്ത് ചെയ്യൂല, അത് അവൻ ടച്ച് ചെയ്യുകയും ചെയ്യില്ല, അവന്റെ അടുത്തേക്ക് ഗ്രാൻഡ് പ കൊടുക്കുകയും ചെയ്യാറില്ലായിരുന്നു. അത്ര ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു അവനക്ക്. എന്താണ് അപ്പൊ ഫാദർ പറയാണ്, നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കണം. എന്താണ് അപ്പൊ അവള് എന്താണ് പറയാണ്, നിങ്ങൾക്ക് എന്താണ് ഇത് പിന്നെ ഇത് നിങ്ങൾക്ക് വിശ്വാസമാവണില്ലേ, ഇത് സത്യത്തിൽ ഞാനിത് അവനോട് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്താണ് ഈ ഒരു ഇത് പിന്നെ ഇതൊരു എന്താണ് അവൻ പിന്നെ മദറിനോട് പറയാണ്, ബട്ട് ഐ ഡോണ്ട് കെയർ, ഹി സേസ്, ഐ ടോൾഡ് ഹിം, ഐ ബിലീവ് ഐ ടോൾഡ് ഹിം, സോ ഇഫ് ഐ ഡിഡ്ന്റ് ടെൽ ഹിം ദെൻ ഇറ്റ് ഡസ് നോട്ട് ദ മാറ്റർ നോ. ആ സമയത്ത് അപ്പൊ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ അവനോട് പറയായിരുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തായാലും കാര്യമില്ലല്ലോ എന്ന് പറയണം. പക്ഷെ എന്നാലും ആ കുട്ടി എന്താണ്, അഥവാ അവൻ നന്നായിട്ട് അവന്റെ ഗ്രാൻഡ് പേയെ നന്നായിട്ട് സ്നേഹിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവള് പറയാണ്, നിനക്ക് തോന്നുന്നില്ലേ ഈ ഫാക്ട്സുകളൊക്കെ ഒരു കൺഫ്യൂഷൻ ഫിക്ഷൻ ആവണമെന്ന് പോലെ തോന്നുന്നില്ലേ, ഈ ഫിക്ഷനുകളൊക്കെ ഫാക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, അത് ഫിക്ഷൻ ഫാക്ട് സൈറ്റ്സ് വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് ട്രാൻസ്പോസ് ചെയ്യുകയും ആർഗ്യുമെന്റ് ചെയ്യുകയും ഡിമിനിഷ് ചെയ്യുകയും അലേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാണ്. അപ്പം എന്താണ് ഇതൊക്കെ ഫാദർ പറയുന്നതൊക്കെ പിന്നെ മദർ ലിസണിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താണ് തിയറീസിനെ കുറിച്ചിട്ട് ഫൗണ്ട് ചെയ്തിട്ട് അവൾ ഇതാക്കുകയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്, അതില് എന്താണ് റൈറ്റിംഗ് പാഡിൽ അവളുടെ മകൻക്കുള്ള കത്ത് എഴുതിയിട്ട് അവിടെ വെച്ചിട്ട് ഫാദറിന്റെ ഷോൾഡറിലേക്ക് കൊടുത്തിട്ട് അവരോട് പറയാണ്, പിന്നെ അടുത്ത ബുക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്താണ് അവർ ഫ്യൂ ലൈൻസിൽ അവരുടെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അവരെന്ത് ചെയ്യാണ്, എൻവലപ്പ് പോസ്റ്റ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ സ്വിമ്മിങ് ലെസൺസ് എന്ന് പറയുന്ന ആ സ്റ്റോറി. ഇതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്ന് പറഞ്ഞത് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ലൈഫിന്റെ പുതിയ ഇതിലേക്ക് കിടക്കുന്ന സമയത്ത് അതിലുള്ള പാരലൽ സ്റ്റോറീസും അതിലുള്ള ഇമേജറിയും എഫക്റ്റീവ് ഡിക്ഷൻ ആണ് പറയുന്നത്. നെറേറ്റർ എന്ന് പറയുന്നത് കേഴ്സി ബോയ്സ് എന്ന് പറയുന്ന ആ ആളെ ആണ് നെറേറ്റർ. സ്വിമ്മിങ് ലെസൺസിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ അഥവാ ഈ ഒരു കഥയിൽ നമ്മൾ ഈ ആളുടെ പേര് കൊടുത്തിട്ടില്ല, എങ്കിലും അദ്ദേഹത്തിന്റെ പേര് കേഴ്സി ബോയ്സ് ആണ്. അദ്ദേഹം കാനഡയിലുള്ള സ്റ്റോറി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാസ്റ്റ്
പാരൻസും പാസ്റ്റും പ്രസന്റും കൂടെ കൂടിയിട്ടാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ പാസ്റ്റിലേക്ക് കുറച്ച് സമയം അദ്ദേഹം ഗ്രാൻഡ്പനെ കുറിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്, പ്രസന്റിൽ അയാൾ ജീവിക്കുന്നുണ്ട്. അതേ സമയത്ത് അച്ഛനും അമ്മക്കും എഴുതി കൊടുക്കുന്ന കത്ത്, ബോംബെയിലേക്ക് കൊടുക്കുന്ന കത്തിന്റെയും അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഓൾഡ് ഇൻവാലിഡ് മാനിനെ, അവളുടെ ബിൽഡിങ്ങിലുള്ള ഒരു മാനിനെ അവര് സ്വന്തം ഗ്രാൻഡ് ഫാദർ ആയിട്ട് പിന്നെ കാണുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് അയാൾ അറിയുന്നില്ല ഇതാരാണ്. പിന്നെ അവിടെ ഒരു പോർച്ചുഗീസ് വുമണിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നെറേഷന് ഒരു എന്താ പറയാ, ഒരു സിക്ക് മാനിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ടൊറോണ്ടോയിലുള്ള സിക്ക് മാനും ബോംബെയിലുള്ള ഗ്രാൻഡ് പേയും അയാൾ നന്നായിട്ട് റിമെമ്പർ ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ മദർ പറയുന്നത്, നന്നായിട്ട് നമ്മുടെ ഗ്രാൻഡ് പനെ ഹോസ്പിറ്റലിലുള്ള സമയത്തൊക്കെ നോക്കണം. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ, ഒരു പിന്നെ ഇതുണ്ടാവില്ലേ, ജീവിച്ചിരിക്കുന്ന ഒരു ആത്മാവോ അത് എന്നൊക്കെ ആണ് അയാൾ വിചാരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലാഷ് ബാക്കുകളാണ് പോയിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് സ്റ്റോറിയുടെ. പിന്നീട് അത് എന്താണ് ഡിഫിക്കൽട്ട് മൂമെന്റിലേക്ക് വന്ന് പിന്നെ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇതില് ഫസ്റ്റ് അദ്ദേഹം എന്താണ് സ്വിമ്മിങ് ലെസൺസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, മൈ ഫസ്റ്റ് സ്വിമ്മിങ് ലെസൺസ് എന്തായിരുന്നു, ഭയങ്കര ടെറിഫൈഡ് ആയിരുന്നു അല്ലെ. പിന്നെ പിന്നെ ഇതൊക്കെ എവിടുന്നാ വന്നത് എന്നുള്ളത് പിന്നെ അയാൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ കേഴ്സിയുടെ എക്സ്പ്ലനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഒരു ഫെമിലിയർ എൻവയോൺമെന്റിൽ നിന്നും ഒരു പുതിയ എൻവയോൺമെന്റിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ്. പിന്നെ അയാൾ ഇങ്ങനെ ചോപ്പതി എന്ന് പറയുന്ന ആ ബീച്ച് അയാൾ പറയാണ്, ചോപ്പതി എന്ന് പറയുന്ന സീ എന്താണ് ഡേർട്ടി ആണ്, അത് അത്ര സ്വിം ചെയ്യാൻ നല്ലതൊന്നും അല്ല എന്നൊക്കെ പറയാണ്. പിന്നെ പിന്നെ അയാൾ പറയുന്നത് സ്വിമ്മിങ് എന്ന് പറയുന്നത് നമ്മൾ നല്ല ഫിയർ കൂടാതെ പിന്നെ നല്ലൊരു സേഫറായിട്ട് ക്ലീനർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ മാത്രമേ സ്വിം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇനി നമ്മൾ ഇതിന്റെ തീം പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്, ആക്സെപ്റ്റബിലിറ്റി, ഇതാണ് ഇതിന്റെ തീം. അഡ്ജസ്റ്റ്മെന്റ്, അദ്ദേഹം എത്രത്തോളം അവിടെ പ്രോബ്ലംസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. ഒരു മൈഗ്രന്റ് എന്ന് പറയുന്ന പ്രവാസികൾ അത്രത്തോളം അഡ്ജസ്റ്റ്മെന്റും അക്സെപ്റ്റബിലിറ്റിയും ചെയ്തിട്ടാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം അതാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എമിഗ്രൻസ് കാനഡയിൽ അല്ലെങ്കിൽ എന്താണ് കാനഡിയൻസിനെ കുറിച്ചിട്ട് അറിയുന്ന എമിഗ്രൻസുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നെറേറ്ററിന്റെ പാസ്റ്റിനെ കുറിച്ചിട്ടും അവന്റെ പ്രസന്റ് ലൈഫിനെ കുറിച്ചിട്ടും, ലോൺലിനെസ് ആയിരുന്നു പ്രസന്റ് ലൈഫിൽ. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര കോൺട്രാസ്റ്റ് ലൈഫാണ് ബോംബെയിലും കാനഡയിലും ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഓൾഡ് ഇൻവാലിഡ് മാനിനെ കുറിച്ചിട്ടും അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് തന്നെയാണ് എമിഗ്രൻസ് ഇതാക്കുക. ഫസ്റ്റ് നമുക്ക് ആദ്യം ഒരു പിന്നെ റിജക്ഷന് ഫിയർ ചെയ്യും അല്ലെ, ഒരു റീസണും ഇല്ലാതെ. പിന്നെ അത് ആ ഒരു ഇത് നമുക്ക് മാറിയിട്ട് പിന്നെ നമുക്ക് അതൊരു പഠിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിൽ പറയുന്നത്. അതേപോലെ തന്നെ മിസ്റ്ററി എഴുതുന്ന അതിൽ കുറച്ച് എന്താണ് അവൻ നോസ് പൊത്തിപ്പിടിക്കുന്നതിന് പക്കി പക്കി എന്ന് പറഞ്ഞ ഒരു സ്മെല്ലൊക്കെ അടിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ വേർഡ്സുകളൊക്കെ ഇതിൽ നന്നായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഇഗ്നോറൻസിന്റെ ഒപ്പം തന്നെ റേസിസമും സ്റ്റീരിയോ ടൈപ്പിങ്ങും കൂടി ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കേസ് ഇതിനൊരു എന്താണ് ഒരു വിക്റ്റിമായി എന്നു മാത്രം. ഓക്കെ, പിന്നെ ക്യാരക്ടറൈസേഷൻ ആണ് പറയുന്നത്. സ്റ്റോറി 4 ക്യാരക്ടേഴ്സുകളാണുള്ളത്. പ്രൊട്ടഗോണിസ്റ്റ് ഉണ്ട്, ഓൾഡ് ഇൻവാലിഡ് മാൻ ഉണ്ട്, പിന്നെ ബോംബെയിലുള്ള 2 പാരൻസും ഉണ്ട്. അവരെ കുറിച്ചിട്ടാണ് പാരൻസുകളുടെ ഓരോ റിയാക്ഷനും കമന്റ്സുകളും പറയുന്നുണ്ട്. അവരൊരു എന്താണ് ആറ്റിറ്റ്യൂഡ്സുകളും പ്രിഫറൻസ് നെറേറ്ററെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നെറേറ്റർ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള എമിഗ്രന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ന്യൂ സൊസൈറ്റി, ന്യൂ കൾച്ചർ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതാക്കാണ്. പിന്നെ ഫാദറിന് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മദർ കുറച്ച് അഡ്വൈസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സണ്ണിന്റെ അച്ചീവ്മെന്റിനെ കുറിച്ച് ഇവര് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അതേ സമയത്ത് ഈ നമ്മുടെ പിന്നെ ഓൾഡ് മാനും അദ്ദേഹത്തെ കുറച്ച് ഇതാക്കൊക്കെ ഉണ്ട്. ഇതിന്റെ നെറേറ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നെറേഷൻ ഫോമാണ്. അദ്ദേഹം തന്നെയാണ് കഥ നമ്മളോട് പറയുന്നത് അല്ലെ. പിന്നെ എന്ന് പറയുന്നത് പാസ്റ്റും പ്രസന്റും കൂടെ ആണ് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. പിന്നെ എന്താണ് അതേപോലെ തന്നെ ബോംബെയിലുള്ള പാരൻസിന്റെ ലെറ്ററും അതേ സമയത്ത് അദ്ദേഹത്തിന്റെ റിലേഷൻസും എക്സ്പെക്ടേഷൻസും കൂടെ ഇന്റർസെക്ട് ചെയ്തിട്ടാണ് നെറേഷൻ കംപ്ലീറ്റ് പോകുന്നത്. പ്രസന്റ് ലൈഫും അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫും അദ്ദേഹത്തിന്റെ പിന്നെ അച്ഛൻ ഗ്രാൻഡ് ഫാദർ പിന്നെ സിക്കായിരുന്ന സമയത്തുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ടൊറോണ്ടോയിലുള്ള സ്റ്റോറി അദ്ദേഹം നെറേറ്റ് ചെയ്യുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പോൾ ആ നടക്കുന്ന റിയാക്ഷൻസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് നാട്ടിലുള്ള കഥകളാണ്. ബാക്കിയൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടെടുക്കുന്നത്. പിന്നെ സബ് ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഒരു ഹോൾ കളക്ഷൻ തന്നെ സബ് ടെക്സ്റ്റുകളാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ പങ്ക്ച്വേഷൻ ഒക്കെ മിനിമൽ യൂസ് പങ്ക്ച്വേഷൻ കൊടുത്തിട്ടുള്ളൂ. ഒരു ഫ്ലൂയിഡിറ്റി ആയിട്ടാണ് സെൻറ്റൻസുകളൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരു അൺബ്രോക്കൺ കണ്ടിന്യൂറ്റി അതിൽ പിന്നെ കൊടുത്തിട്ടുണ്ട്. മിക്സ്ഡ് പ്ലസ് ഇൻഡയറക്റ്റ് ഒക്കെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഡയറക്റ്റും ഇൻഡയറക്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതാക്കിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരു ഫ്ലോ ഓഫ് ലാംഗ്വേജ് ഇമോഷനും ഒക്കെ ഉണ്ട്. പിന്നെ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഓൺ ക്രിറ്റിക് റൈറ്റിംഗ് പോലെ അദ്ദേഹം ലാസ്റ്റ് നല്ല ക്ലെവർലി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് ട്രഡീഷനുകളാണ് ഇതിൽ കൊണ്ടു വന്നിട്ടുള്ളത്. ഒന്ന് സെമി ഓട്ടോബയോഗ്രഫിക്കലാണ്, സ്വന്തമായിട്ട് എഴുതുന്നതും അതേപോലെ തന്നെ വേറൊരാൾ പറയുന്നതും. സെമി ഓട്ടോബയോഗ്രഫിക്കലാണ്, കൺസർവേറ്റീവ് ആണ്. സെമി ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയാൻ കാരണം ഈ ചൈൽഡ്ഹുഡ് സ്റ്റോറീസുകൾ അദ്ദേഹം കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ. പിന്നെ സെൽഫ് റിഫ്ലെക്സീവ് മോഡാണ്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി ഫങ്ഷൻ ചെയ്യുന്നത് അതിനെ സ്വന്തം കമൻറ്റ് ചെയ്തിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ അടിപൊളി നെറേറ്റീവ്, എഫക്റ്റീവ് ആയിട്ടുള്ള നെറേറ്റീവ് ടെക്നിക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. രണ്ട് പർപ്പസ്, ഡബിൾ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ സ്വിമ്മിങ്ങിനെ കുറിച്ചിട്ടും വാട്ടറിൻ്റെ ഇമേജറി കുറിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഓൾഡ് മാൻ്റെ ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. മദറും ഫാദറും ലെറ്റേഴ്സ് വായിച്ച് അവരെ മകനെ പ്രൗഡാക്കുന്ന കഥകൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ പിന്നെ നമ്മൾ വയസ്സായവരെ അല്ലെങ്കിൽ മുതിർന്നവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ലൊരു ഇത് കിട്ടും. അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയുക, നമുക്ക് ഇതിനൊരു സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണും കൂടിയാണ്. നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ഞാൻ ഓരോ ലൈൻസ് വായിച്ചിട്ടല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഓവറോളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ പാരഗ്രാഫൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സ്റ്റോറി നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ, ക്ലാസ്സും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. അപ്പോൾ നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.